ഈ സിസ്റ്റം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നോ വേണ്ടത്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. നമ്മൾ ജനിച്ചു, 4 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോയി, കോളേജിൽ പോയി, ജോലി എടുത്തു, പിന്നെ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടാക്കി, വീടിന് വേണ്ടി ലോൺ എടുത്തു, ലോൺ അടച്ചു തീർത്തു, മരിച്ചു. ഇപ്പോ നമ്മളെ എന്തെങ്കിലും ഭയങ്കര പ്രൊവോക്ക് ചെയ്യുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളെല്ലാരും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്കുള്ള എബിലിറ്റീസ് നിങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ള എബിലിറ്റീസ് എനിക്കില്ല. സക്സസിന്റെ ഡെഫിനേഷൻ ഇവിടെ കമേഴ്ഷ്യൽ സക്സസ് ആണ്, ബിസിനസ് ആണ് സക്സസ്ഫുൾ. ആട്ടത്തിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ കിട്ടി, ബെസ്റ്റ് എഡിറ്റർ കിട്ടി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രം കിട്ടി, ഞങ്ങൾ സക്സസ്ഫുൾ അല്ല. അതിൽ തെറ്റില്ല കേട്ടോ. ഞാൻ 5 രൂപ മുടക്കിയാൽ എനിക്കൊരു 5 രൂപ തിരികെ കിട്ടണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ വിസിബിൾ അല്ല, ഞാൻ ഈ പറയുന്ന ക്രൗഡിലെ ഒരാളാണ്. ഞാൻ ഇപ്പോഴും എന്റെ ലൈഫ് സ്റ്റൈല് എനിക്ക് കിട്ടുന്ന പൈസയുടെ അത്ര ഞാൻ ജീവിക്കില്ല. ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ടു ഓഫ് സ്ക്രിപ്റ്റ്. നമ്മള് സിനിമാക്കാരോട് സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാന്നുള്ള വിചാരത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പൊതുവെ അങ്ങനെ സംഭവിക്കാറില്ല. നമ്മളെപ്പോഴും അതെ, ഒരു സിനിമയെ കുറിച്ച് അതിന്റെ വിശേഷങ്ങള്, ഈവൻ നമ്മളുടെ പാർട്ട്നേഴ്സ് അടക്കം ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. കാര്യം ഞാനും വേറൊരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു വിഷയത്തിനെ കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ ആ സിനിമ ഉണ്ടോ, ഈ സിനിമ അപ്പൊ അത് അത്ര ശരിയായില്ല, ശരിയാക്കാൻ മാറുന്നത് ഇത് കണ്ടില്ല, അങ്ങനെ ഇവരിങ്ങനെ മാറി അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സിനിമ അല്ലാതെ സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു വിഷയം എന്താ വേറെ? സിനിമ അല്ലാതെ ആർട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ അത് ചിലപ്പോ എല്ലാം കണക്റ്റഡ് ആക്കി, തിയേറ്ററോ അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങോ അങ്ങനത്തെ പരിപാടികളൊക്കെ, ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ മ്യൂസിക്. ഇപ്പോ പാരന്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതലും മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കും, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. ഒരു പേരന്റ് ആയപ്പോ എന്താ ലൈഫിൽ ഒരു അല്ലെങ്കിൽ മോന്റെ അടുത്തുനിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്താ? എന്റെ കേസിൽ ഞാൻ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കാമറായി എനിക്കൊരു റെവലേഷൻ പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്റെ മോൻ കുറച്ചിങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആണ്, കുറച്ചും കൂടി അറ്റൻഷൻ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അത് കൊണ്ടിട്ട് നമ്മളുടെ ഇപ്പൊ അവൻ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ നമുക്ക് ഈ ആർട്ട്, സിനിമ, ആക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു ലോകം, വേറെ എല്ലാം സെക്കൻഡറി ആയിരുന്നു. അപ്പൊ അവൻ ഉണ്ടായതിനു ശേഷം സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു മേജർ സ്പ്ലിറ്റായി. നമ്മളെ വലിയൊരു ഫോക്കസ് ഇവനിലേക്ക് പോവുകയും, അല്ലെങ്കിൽ എവിടെയോ നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഇവൻ ഓക്കെ അല്ലേ, ഇവൻ ഹാപ്പിയാണോ, ഇവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെയുള്ള തരത്തില് അവനങ്ങനെ പെട്ടെന്ന് ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഭയങ്കര അലേർട്ടാ, എപ്പോഴും ഇവൻ എൻഗേജ്ഡ് ആണ്, ഇവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടോ എന്നുള്ള ഒരു തോട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്യും. പിന്നെ എന്നെ അത് ഭയങ്കര ഗ്രൗണ്ടഡ് ആക്കി. ഞാൻ മനുഷ്യരെ നോക്കിക്കാണുന്ന രീതിയും കാര്യങ്ങളൊക്കെ, ഈവൻ നമ്മള് പലപ്പോഴും നമ്മള് ഏറ്റവും കൂടുതൽ വഴക്കേണ്ട സാധ്യതയുള്ള ആളുകളാണ് ഈ മറ്റേ ഈ വാച്ച്മാൻമാരായിട്ട് നിൽക്കുന്ന ചേട്ടന്മാര്. നമ്മൾ ഭ്രാന്ത് പിടിച്ച് വരുന്നതായിരിക്കും, അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോ നമ്മളെ എന്തെങ്കിലും ഭയങ്കര പ്രൊവോക്ക് ചെയ്യുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളെല്ലാരും ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്കുള്ള എബിലിറ്റീസ് നിങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ള എബിലിറ്റീസ് എനിക്കില്ല. എന്റെ മോനുള്ള ടാലന്റ് വേറെ കൊച്ചിനില്ല. പക്ഷെ നമ്മള് പലപ്പോഴും വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര നോർമൽ ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ആവറേജ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേൾഡ് പലപ്പോഴും എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ആ ചേട്ടനെ കുറിച്ച് ആലോചിക്കും, അയാൾ നമ്മളോട് ഭയങ്കര മിസ്ബിഹേവ് ചെയ്ത് ഞാൻ ആലോചിക്കും. അതായത് ഒരു പക്ഷെ അയാൾക്ക് എന്തെങ്കിലും വേറൊരു തരത്തിൽ പരിമിതിയുള്ള ഒരാളാണോ എന്നുള്ള തരത്തിലൊക്കെ അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുകയും നമ്മളെ ഇപ്പം ഭയങ്കര ഗ്രൗണ്ടഡ് ആക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ആ ഒരു ജേർണിയെ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഇത്രയും നാളായിട്ട് വളരെ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ഒരാള്, അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ സക്സസിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റ് മാറിയിട്ടുണ്ടോ? അന്ന് നോക്കി കണ്ടിരുന്ന പോലെയാണോ ഇപ്പോഴും? എങ്ങനെയാ മാറി? ഞാൻ 4ാം ക്ലാസ്സിൽ ബാലസംഘത്തിന് വേണ്ടി നാടകം കളിച്ച് അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നത്. അപ്പൊ ഞാനും എൻ്റെ എക്സ്പോഷറും എൻ്റെ സുഹൃത്തുക്കളും എപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നത് ലിറ്ററേച്ചറിനെ കുറിച്ചും ആർട്ടിനെ കുറിച്ചും ആക്ടിങ്ങിനെ കുറിച്ചും തിയേറ്ററിനെ കുറിച്ചും അങ്ങനെ
കലകളുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു 15 ഇപ്പോൾ സക്സസിന്റെ ഡെഫിനിഷൻ ഇവിടെ കമേഴ്ഷ്യൽ സക്സസ്, ബിസിനസ് ആണ് സക്സസ്ഫുൾ. നിങ്ങൾ ചെയ്ത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കഴിഞ്ഞ വർഷം ആട്ടം പോലെ ഒരു സിനിമ ചെയ്ത ഗ്രൂപ്പാണ് ഞങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമക്കുള്ള അവാർഡ് ഞങ്ങളുടെ കുഞ്ഞു സിനിമ കിട്ടി. പക്ഷെ ഞങ്ങൾ സക്സസ്ഫുൾ അല്ല. ആട്ടത്തിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ കിട്ടി, ബെസ്റ്റ് എഡിറ്റർ കിട്ടി, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രം കിട്ടി, ഞങ്ങൾ സക്സസ്ഫുൾ അല്ല. ഞാൻ അതിൽ തെറ്റില്ല കേട്ടോ, അത് ശരിക്കും അതൊരു ഹാഷ് റിയാലിറ്റിയാണ്. ഞാൻ 5 രൂപ മുടക്കിയാൽ എനിക്കൊരു 5 രൂപ തിരികെ കിട്ടണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആസ് എ പ്രൊഫഷണൽ സക്സസിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ അത് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചതും ഈ അടുത്ത കാലത്തായിട്ടാണ്. അല്ലെങ്കിൽ ഇത്ര നാളെ ഞാൻ പൊതുവെ ഞാൻ എനിക്ക് വേണ്ടി പ്രൊജക്ടുകൾ ഉണ്ടാക്കുന്ന ഒരാളെ അല്ല. എന്നെ ഇപ്പൊ അശ്വതി ഡയറക്ട് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ റോൾ ഉണ്ട്, അഭിനയിക്കാവോ എന്ന് ചോദിക്കുന്നു. ഞാൻ സ്ക്രീൻ പ്ലേ കേൾക്കുന്നു, റോള് കേൾക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കുന്നു. അങ്ങനെയല്ല ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഞാൻ വർക്ക് ചെയ്യേണ്ടത്. ബട്ട് സ്റ്റിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 16 വർഷമായി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വേറെ ജോലികളൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും സിനിമയിൽ അഭിനയിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചറിവുകളും നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മൾ കൊമേഴ്ഷ്യൽ സക്സസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ചെറുപ്പം തൊട്ട് പൈസ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പൈസ പല തരത്തിലായിരിക്കും വരുന്നത്. ചില സമയത്ത് അത് ഹ്യൂജ് ആയിട്ടായിരിക്കും, ചില സമയത്ത് കുറവുള്ള. എങ്ങനെയാ അപ്പൊ ഈ മണിയുമായിട്ടുള്ള ഒരു റിലേഷൻ എന്താ? അത് ആങ്ഷ്യസ് ആക്കാറുണ്ടോ അതോ എപ്പോഴും വരും എന്നുള്ള അങ്ങനത്തെ ഒരു മണി ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. പൈസ ലൈക്ക് ഞാൻ എന്റെ അച്ഛൻ ഒരു ടെലിഗ്രാഫ് മാൻ ആയിരുന്നു. അപ്പോ അച്ഛൻ ടെലിഗ്രാഫ് മാൻ ആയിട്ടും എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എന്താണ് ടെലിഗ്രാഫ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് ഒരുപാട് പൈസയൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അച്ഛൻ എന്നെയും ചേട്ടനെയും ചേച്ചീനെയും ഇങ്ങനെ പൈസ ചെലവാക്കണം. അച്ഛൻ പൈസയും തരൂല, അച്ഛൻ്റെ പൈസ ഇല്ല, അത് വേറെ കേസ്. അച്ഛൻ ഒരാളോട് കടം വാങ്ങിയിട്ടില്ല ലൈഫിൽ, കടം വാങ്ങില്ല. അതുകൊണ്ട് എനിക്ക് ലോണിന്റെ കൺസെപ്റ്റ് വിദൂരമാണ്. എനിക്ക് ഒരാളുടെ നിന്ന് കടം വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോഴും എന്റെ ലൈഫ് സ്റ്റൈല് എനിക്ക് കിട്ടുന്ന പൈസയുടെ അത്ര ഞാൻ ജീവിക്കില്ല. ഞാൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിനിപ്പോ നാളെ ഞാൻ ഇപ്പൊ ഞാൻ നാളെ ഇല്ലാണ്ടായാലോ അല്ലെങ്കിൽ നാളെ ഞാൻ തൊഴിൽ ഈ സിനിമ ഇല്ലാണ്ടായി കഴിഞ്ഞാലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാര്യം എന്റെ ലൈഫ് സ്റ്റൈൽ അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഒരു എക്സ്പെൻസ് അത്രയാണ്. എൻ്റെ കൂടെ ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അത്ര സിനിമ ചെയ്യുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലല്ല എൻ്റെത്. അച്ഛൻ വലിയ ഗുരുവായിരുന്നു. അച്ഛൻ ഞങ്ങൾ ഒരിക്കലും ഓവർ സ്പെൻഡ് ചെയ്യില്ല ഒരു കാര്യത്തിനും. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പൈസ ചെലവാക്കുക. പിന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളെക്കാളും എക്സ്പീരിയൻസസിനും സമാധാനത്തിനും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളുണ്ട്. ഇപ്പൊ എനിക്ക് എൻ്റെ അമ്മയുണ്ട്, ഭാര്യ, കുട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇൻലോസ് ഉണ്ട്. ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് ലക്ഷറി. പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിലെ 1% ആളുകൾക്ക് പറ്റുന്നില്ല. കാര്യം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നിന്ന് ഞാൻ പൈസ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ഓരോ പീരീഡ് ഓഫ് ടൈം ഇപ്പോൾ ഒരു മാരേജിലാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഡൈനാമിക്സ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഒരു സമയത്ത് അവർ നമുക്ക് എന്തായിരുന്നോ വേറൊരു സമയത്ത് ഇത് ബ്യൂട്ടിഫുൾ ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാ നിങ്ങളുടെ കാര്യത്തിൽ? ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ രോഗം തന്നെ കുട്ടി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലും എനിക്ക് സിസ്റ്റത്തിനോട് വലിയ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഞാനും എൻ്റെ വൈഫും ഇപ്പൊ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങള് ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ സിസ്റ്റം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആയിരുന്നോ വേണ്ടത്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. ഇത് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് 4 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോയിട്ട് പിന്നെ കോളേജിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് ജോലി എടുത്തു, പിന്നെ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടാക്കി, മറ്റേ വീടിന് വേണ്ടി ലോൺ എടുത്തു, ലോൺ അടച്ചു തീർത്തു, മരിച്ചു. ഈ സിസ്റ്റം ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണോ ജീവിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ എനിക്ക് ഈ മാരേജിനോട് ഇപ്പൊ എന്റെ പാർട്ട്ണറിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ സിസ്റ്റം
എവിടെയോ നമ്മളെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നും, അല്ലെങ്കിൽ ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ മാറി നിന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇതെവിടെയോ കുട്ടികളുണ്ടാകുക എന്ന് പറയുന്ന അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പോ റീപ്രൊഡക്ഷൻ പിന്നെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റം, ഒരു പരിപാടിയാണ്. അല്ലാണ്ട് പറയുന്ന പോലെ ഞാൻ ഒരുപക്ഷെ എന്റെ കേസിലായിരിക്കട്ടെ, ഞാൻ പൊതുവെ റൂംസ് ഇപ്പൊ ഞാൻ ഒറ്റക്കാണ് എപ്പോഴും റൂമില്, ഞാൻ ഒരു റൂമിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ വേറൊരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഈ എന്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ എന്നെ ഒരു തരത്തിലും ബോധറിയാത്ത ഒരു പാർട്ട്ണറാണ്. അങ്ങനെയാണ് ഞാൻ ഈ കല്യാണത്തിലേക്ക് എത്തുന്നത്. എന്നെ ഒരു ഫോൺ കൂടി ചെയ്യില്ല, ഒരു ഫോൺ ചെയ്ത് കൂടി ഡിസ്റ്റർബ് ചെയ്യില്ല, ഒട്ടും ഡിമാൻഡിങ് അല്ല, മറ്റേ അത് വേണം ഇത് വേണം ഒന്നുമില്ല. അവര് സൗമ്യ എന്ന ഭാര്യയുടെ പേര്, സൗമ്യ ആബ്സല്യൂട്ട്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് അയാളുടെ കരിയർ, അയാൾക്ക് അയാളുടെ പേഴ്സണൽ സ്പേസ്, അയാളിപ്പോ റിസർച്ച് ഒക്കെ ചെയ്തു PhD കിട്ടി. സൗമ്യക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പേരന്റിങ് ചെയ്യുന്നു, ഒരുമിച്ച് പോകുന്നു. അതും ഈ പറഞ്ഞ പോലെ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ പെർസ്പെക്ടീവ് എത്രത്തോളം മാറുന്നുണ്ട് അല്ലേ. ഭയങ്കര ഒരു റെസ്പെക്ട്ഫുൾ ആവും. അതെവിടെ ഒരിക്കലും സ്ത്രീകൾക്ക് അറിയോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടാ. ഡെഫിനറ്റ്ലി നമ്മൾ കല്യാണം, നമ്മളെ മനുഷ്യരാണല്ലോ, നമ്മൾ കല്യാണം കഴിക്കുമ്പോ അപ്പോഴും എനിക്ക് ലവ് സ്റ്റോറി പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്നു, അതിനുശേഷം കല്യാണം കഴിച്ചു. ഞാൻ ഒരുപക്ഷെ നമ്മുടെ ഭയങ്കര സട്ടിലായിരുന്നു പരിപാടി മുഴുവൻ. സിനിമയിലൊക്കെ കാണുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എവിടെയോ ഈ പറയുന്ന പോലെ ഈ ഒരു കുട്ടിയുടെ അമ്മ ഇപ്പൊ എന്റെ മകന്റെ അമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും. അത് ലവിന്റെ മുകളിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്യും പലപ്പോഴും. അത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അമ്മേനെ ആയിരിക്കും. അപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഭയങ്കര സീക്രട്ട് ആണ്. പക്ഷെ അവർക്ക് അത് അറിയാവോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടാ. ഒരു പക്ഷെ കല്യാണത്തിന്റെ തുടക്കം അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടാകുന്ന ഒരു ടുഗദർനെസ്സോ അതൊക്കെ നമ്മള് ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ എവിടെയോ നമ്മൾ മിസ്സാവുമല്ലോ. ഈ ഒരു ലേണിംഗ് പ്രോസസ് എന്താ? ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തുള്ള ആർട്ട് ജനറലി കോൺഷ്യസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് എപ്പോഴും പഠിക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? ആ ഒരു ഏരിയയിൽ എനിക്ക് റിഗ്രറ്റും, ആ ഒരു ഏരിയയിൽ ഇപ്പൊ ഞാൻ ഒരു 2 മാസത്തോളം ഷൂട്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ ഷൂട്ടിംഗ് നടക്കുമ്പോ ഇത് ഓക്കെയാണ്. ലൈക്ക് നമ്മുടെ ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന തൊഴിൽ അഭിനയമാണ്. അഭിനയം നമുക്ക് വായിച്ച് പഠിക്കാനോ വായിച്ച് അപ്ഡേറ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടതാണെന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി അത് ഇപ്പോ ബ്രേക്ക് വരുമ്പോഴാണ്. അത് എനിക്ക് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പരിപാടി ഇന്ന് നമ്മൾ ഡൈവേർട്ട് ആവുമോ അല്ലെങ്കിൽ നമ്മുടെ ആ ക്വാളിറ്റി പോകുമെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞാൻ റീസെന്റ് സുഹൃത്തുക്കളായിട്ട് ചർച്ച ചെയ്യുന്നതും എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ, നമുക്ക് എല്ലാ ആളുകളും ഇപ്പോൾ അശ്വതി പാട്ടുകാരിയാണ് അല്ലെങ്കിൽ ഡാൻസർ ആണെങ്കിൽ നിങ്ങളെ ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ആക്ടറായിട്ട് എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ടൈമിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസോ അല്ലെങ്കിൽ എൻ്റെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിങ്ങിന് ഇത്രയും സീരിയസ് ആയിട്ട് കണ്ട് നമ്മളുടെ കൂടെ ഒരു സീൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ഇല്ലാതിരിക്കുക, ഇത് മുഴുവൻ എന്റെ പരിമിതികളാണ്. ഇപ്പൊ ഞാൻ പ്രോപ്പർലി പെയ്ഡാണ്. ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ല സാധാരണ ഒരു ആളെ ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്റെ അച്ഛനെ വെച്ചിട്ടാ. എന്റെ അച്ഛൻ 35-40 വർഷം ജോലി എടുത്തിട്ട് റിട്ടയർഡ് ആയപ്പോ അച്ഛന് 10 ലക്ഷം രൂപ കിട്ടിയ ഇത്ര നാള് വർക്ക് ചെയ്തതിന്റെ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കിതൊക്കെ അഫോർഡബിൾ ആണ്. അപ്പോൾ ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ മുമ്പോട്ട് സിനിമകൾ ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഫേസ് ആക്ടേഴ്സാണ്. പലപ്പോഴും നമുക്ക് പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാകാറില്ല. നമ്മൾ സിനിമ സെറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇൻഡിവിജ്വലി സ്ക്രിപ്റ്റ് കിട്ടും, നമ്മൾ വീട്ടിൽ നിന്ന് വായിക്കുന്നു, നമ്മൾ മാത്രം പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സാധനം എവിടെയോ മാറ്റപ്പെടണം. ഞങ്ങൾ ആട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അറൌണ്ട് 30 days പുതിയ ആളുകളായിരുന്നു, അവരെ ട്രെയിൻ ചെയ്യുക, ആ ഒരു ഒബ്ജക്റ്റീവിലാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ അറൌണ്ട് 30 days ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ റിഹേഴ്സൽ ചെയ്യുമായിരുന്നു. എനിക്ക് ആ ടൈമിന് സിനിമ ഉണ്ടായി, ഞാൻ ആ സിനിമ ഉപേക്ഷിച്ചിട്ട് ചെയ്തിരുന്നു. അപ്പൊ സീരിയസ്ലി ആക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് തന്നെ പുതിയൊരാളെ പഠിപ്പിക്കുന്ന പരിപാടിയല്ല, നമ്മൾ പ്രാക്ടീസിങ് ആയിട്ടുള്ള ആക്ടേഴ്സിന് അവരുടെ ക്രാഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മളുടെ ഒരു ക്രാഫ്റ്റ് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാവുക, നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക, നമ്മൾ ഒരുപക്ഷെ ഒരുമിച്ച് ഒരു പ്ലേ ചെയ്യുക, ഒരുമിച്ചൊരു സീൻ വർക്ക് ചെയ്യുക, ആ ഒരു സോണിലേക്ക് എത്തണം. ഇത് കാര്യങ്ങൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആവണം എന്ന് ഞാൻ ഇൻഡിവിജ്വലി ആഗ്രഹിക്കുന്നുണ്ട്.
ഇപ്പൊ സിനിമയിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഡെഫിനറ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും, പല സ്ഥലങ്ങള്, ആളുകള്, ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. ഈ യാത്രകൾ എത്രത്തോളം ലൈഫിനെ ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അത് അങ്ങനെയാണോ യാത്രകളെ കാണുന്നത്? ഞാൻ കൂടുതലും ഈ സിനിമക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മോന് 8 വയസ്സായി. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, അതായത് അവന്റെ ലേണിംഗ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന പോലെ സ്കൂളിൽ പോയിരുന്നിട്ട് തറ എഴുതി പഠിക്കുന്ന, ഇപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി ഒന്നും ഞാൻ സ്കൂളിൽ പഠിച്ചതല്ല. ഞാൻ ഫിലിം സ്കൂളിൽ പോയി, അത് വേറെ കേസ്. പക്ഷെ അതല്ലാണ്ട് നമ്മള് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എനിക്ക് ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കും. അല്ലെങ്കിൽ ഞാൻ 4ാം ക്ലാസ്സിൽ നാടകം കളിക്കാൻ തുടങ്ങിയ ഒരാള് ഞാൻ ഒരു വെക്കേഷൻ വേണ്ടിട്ട് കാത്തിരിക്കും. എന്തിനാണെന്നറിയോ? ഈ ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടാൻ. അവിടെ ആയിരുന്നു ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നത്. ആ കൂട്ടായ്മയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല മെമ്മറിയും ഞാൻ കാര്യങ്ങൾ പഠിച്ചതും എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു വിഷൻ ഉണ്ടാക്കിയത് ആ കൂട്ടായ്മയാണ്. ബാലസംഘത്തിന്റെ ആ കൂട്ടായ്മയെന്ന് പിന്നെ ഞാൻ ലോകധർമ്മയിലെത്തുകയും അവിടുത്തെ എൻ്റെ നാടകയാത്രകളും അങ്ങനെ ഞാൻ ഫിലിം സ്കൂളിലെത്തുകയും അങ്ങനെയാണ് ഞാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. യാത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടിട്ട് എനിക്ക് ട്രാവൽ ചെയ്യണം, മാക്സിമം സ്ഥലങ്ങളിൽ പോകണം. ഇപ്പോൾ യാത്രയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അങ്ങനെ ഇപ്പൊ ഇവനെ സംബന്ധിച്ചാണെങ്കിൽ ഇവന് ഒരു സ്ഥലത്തിരുന്ന് എഴുതി പഠിക്കുന്നതിലും കുറച്ചും കൂടി എളുപ്പമാണ് അവന് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് അതൊരു അജണ്ട, അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവനായിട്ട് ട്രാവൽ ചെയ്യണം എന്ന് പറയുന്ന. ഇപ്പൊ റീസെന്റ് ഞാൻ ലഡാക്ക് പോയി. ഒരു സിനിമ തുടങ്ങേണ്ടിയിരുന്നു. ആക്ടേഴ്സിന് വേറൊരു അസുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാക്കുക, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കുറച്ച് നാള് വീട്ടിൽ 2 ആഴ്ച ഇരിക്കാം, 3 ആഴ്ച ഇരിക്കാം, അത് കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങിയിട്ടില്ല എങ്കിൽ നമ്മൾ എവിടെയോ ലോ ആയി തുടങ്ങും. പിന്നെ ഞാൻ ആലോചിക്കും, ഇത് അത്യന്തികമായിട്ട് നമ്മൾ പഠിക്കുന്നതും തൊഴിലിൽ നിന്നൊക്കെ എന്തിനാ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസില് ഇപ്പൊ മലയാള സിനിമയുടെ സെനാരിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ചെറിയ സിനിമകൾ നടക്കുന്നത് കുറവാണ്. ഞാൻ നേരത്തെ കൂടുതലും ചെറിയ സിനിമകളാണ് ചെയ്തിരുന്നത്. ഇപ്പൊ വലിയ സിനിമകൾ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ വലിയ സിനിമകൾ നടക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റാർ ആക്ടേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർ ആക്ടേഴ്സ് ഇപ്പൊ ഒരു പാൻ ഇന്ത്യൻ സീൻ ആയതുകൊണ്ട് ഇവർ പല ലാംഗ്വേജിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് എപ്പോ ഇവിടെ അവൈലബിൾ ആകുന്നു അപ്പോഴാണ് ഷൂട്ടിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ റീസെന്റ് ലഡാക്കിൽ പോയി. എൻ്റെ 2 സുഹൃത്തുക്കള് പോയി കഴിയുമ്പോൾ ഞാൻ അവരോട് പോയി. അപ്പൊ അതിനു മുമ്പ് എവിടെയോ ഏതോ തരത്തിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിരുന്നു. ഈ ഒരാഴ്ച നമ്മൾ ട്രാവൽ ചെയ്ത് തിരികെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് ന്യൂട്രലായി. അപ്പൊ ട്രാവല് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അല്ലേ. ഇപ്പൊ എല്ലാവരും പാഷനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചോണ്ടിരുന്നത്. കുട്ടികളോടാണെങ്കിൽ നമ്മൾ പാഷനെ ഫോളോ ചെയ്യുക. പക്ഷെ ഈ നമുക്ക് പാഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അതിനകത്ത് ചിലപ്പം സ്കിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അതുപോലെ പാഷൻ ഉള്ളത് എല്ലാം നമുക്ക് മണി തന്നോളൊന്നുമില്ല. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇപ്പൊ കുട്ടികളാണെങ്കിലും പറയും എന്റെ പാഷൻ ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അതിനു വേണ്ടി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ആ സ്കില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കണം. അതിനെ കുറിച്ചൊന്ന് സംസാരിക്കുമോ? നമ്മൾ അത് പാഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾക്കൊരു കാര്യത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്ന് വിനയ് വിചാരിക്കുന്നുണ്ടോ? പാഷൻ ഉള്ളതുകൊണ്ട് മാത്രം നടക്കില്ല. ഇതെല്ലാം പണിയെടുക്കുക എന്ന് പറയുന്നത്, സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പം നിങ്ങൾക്ക് ഏത് മേഖല ആയിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് മറ്റേ സാധനവും നടക്കില്ല. ഈ പറയുന്ന ലംബോർഗിനിയും അത് നടക്കില്ല, റോൾസ് റോയ്സ് അത് നടക്കണമെന്നില്ല, അത് നടക്കായികയില്ല. പക്ഷെ നിങ്ങളിപ്പോ ഒരാൾക്ക് പോട്ടറിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒരാൾക്ക് എഴുതാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒരാൾക്ക് ലൈക്ക് അഭിനയിക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര പാഷനേറ്റ് ആണ്. പിന്നെ എവിടെയോ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഞാൻ ഈ ഇൻസ്റ്റയിലും അവിടെയൊക്കെ എപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു പരിപാടി, എനിക്ക് അഭിനയിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ ഇത് തിരിച്ചറിവുണ്ടാകേണ്ടത്, നിങ്ങൾക്ക് പാഷൻ ഉള്ളത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ആ ട്രൂ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് കൂടി ഉണ്ടാവും. ചിലപ്പോ നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമായിരിക്കാം. പ്രത്യേകിച്ച് ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ പറയും, അത് നല്ല കാര്യമാണ്. പക്ഷെ എൻ്റെ നമുക്ക് തിരിച്ചറിവുണ്ടാണ്, നമ്മൾ വേർത്താണോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സിനിമയുടെ പോപ്പുലാരിറ്റിയും അല്ലെങ്കിൽ മണിയും ഒക്കെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
എന്താണ് ഇപ്പോൾ എന്നോട് പറയാണ് ഇപ്പോൾ നാളെ ഈ സിനിമ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള മീഡിയം അല്ല, അല്ലെങ്കിൽ ഇതിന് ഇത്ര ജീവിക്കാൻ പറ്റണം, ജീവിക്കാൻ പറ്റുന്നത് ഒഴിച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ നാടകം കളിക്കും, സിനിമയിൽ അഭിനയിക്കും, അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കും, ഇങ്ങനെ, അല്ലെങ്കിൽ നാളെ ഡയറക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ചേർന്ന് എഴുതും. എൻ്റെ ഒരു ലൈഫും അല്ലെങ്കിൽ എൻ്റെ ഒരു കർമ്മ മേഖല ഇതാണ്. പക്ഷെ ഇതൊരു തിരിച്ചറിവാണ്. നമ്മൾ അതിന് വേർത്താണോ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ഭയങ്കര ടാലന്റ് വേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല കോമൺ സെൻസും, അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്ടറിന് വേണ്ട കുറെ ബേസിക് കാര്യങ്ങളുണ്ട്, അത് ഉണ്ടാകേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. എനിക്ക് ഈ അടുത്ത ഇതുപോലെ ഒരു വലിയ റിയലൈസേഷൻ ഉണ്ടായി. ഞാൻ എൻ്റെ മകള് അവരുടെ സ്കൂളിലൊരു പെർഫോമൻസിന് അവള് തിയേറ്റർ പ്രാക്ടീസ് ചെയ്തിട്ട് അവളൊരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു ഡ്രാമ ചെയ്തു, അറേബ്യൻ നൈറ്റ്സ്. നന്നായിട്ട് പോർട്രേ ചെയ്തു. അവൾക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്തു, നന്നായിട്ട് അവളത് ഷോൾഡർ ചെയ്തു. അപ്പൊ ഞാനും വിചാരിച്ചു അവള് പൊതുവെ കുറച്ച് ഉൾവലിഞ്ഞിട്ടുള്ള ആളെ ഇവൾ ഇത്ര നന്നായിട്ട് സ്റ്റേജിൽ ഇത് എക്സ്പ്രസ് ചെയ്തല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, വൈ ഡോണ്ട് യു കൺസിഡർ തിയേറ്റർ പഠിക്കുക സീരിയസ് ആയിട്ട്. അവള് 11 വയസ്സായിട്ടുള്ളൂ, സ്കൂൾ ലൈനിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പഠിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞത് അത് ഞാൻ എഫേർട്ട് എടുത്ത് പഠിച്ച് ചെയ്തതാ, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അതിലാണ് പാഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. എനിക്കത് ഭയങ്കര, ഞാൻ വിചാരിച്ചു ഇവക്ക് ഇതിനകത്തൊരു ടാലന്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത് പെർസ്യൂ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ടതാണല്ലോ എന്ന്. പക്ഷെ അവള് പറഞ്ഞു ഞാനത് ചെയ്തു, പെർഫോം ചെയ്തു, കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എനിക്കത് ചെയ്യുമ്പോൾ വലിയ ഒരു ഹൈ ഉണ്ടാവണില്ല. എനിക്ക് അതിലും കൂടുതൽ സന്തോഷം തരുന്നത് ഡാൻസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ് അപ്പൊ നമ്മൾ ആ ചോയ്സ് റെസ്പെക്ട് ചെയ്യണം. പക്ഷെ അപ്പൊ അപ്പോഴെനിക്ക് ആ ഒരു പാഷനും ടാലന്റും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് പലതരത്തിലാണ് എന്നുള്ളത്. അങ്ങനെ എന്നെ സംബന്ധിച്ച് എന്തായിരുന്നു അറിയോ, എൻ്റെ ഗ്രേറ്റസ്റ്റ് റിയലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ തെരുവ് നാടകമൊക്കെ ലൈക്ക് അവരുടെ കലാജാഥകളാണ്. അപ്പൊ പലപ്പോഴും മറ്റേ ചെരുപ്പ് ഉണ്ടാവില്ല, മറ്റേ ഉച്ചക്ക് 12 മണിക്ക് നടു റോട്ടിൽ ടർപ്പാള ഇല്ലാത്ത സ്പേസിൽ നമുക്ക് കളിക്കേണ്ടി വരും. അവിടെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അത് ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ലൈക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് നമുക്ക്. ഞാൻ അത് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ വിസിബിൾ ആയിരുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ സിനിമ ഇല്ലായിരുന്നെങ്കിൽ, ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ വിസിബിൾ അല്ല. ഞാൻ ഈ പറയുന്ന ക്രൗഡിലെ ഒരാളാണ്. എന്നെ ഒരു തരത്തിലും അറ്റൻഷൻ അല്ല ഇതിന്റെ വാക്ക്, അറ്റൻഷൻ അല്ല, നമ്മൾ എവിടെയോ അക്നോളജ് ചെയ്യപ്പെടണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ വേറൊരാൾ അക്നോളജ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ആർട്ട് എന്റെ എക്സ്പ്രഷനാണ് ശരിക്കും. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും കൂടി എക്സ്പ്രഷനാണ്. പലപ്പോഴും ഭയങ്കര രസമല്ലേ, അതായത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കഥാപാത്രങ്ങളാകുക, അല്ലെങ്കിൽ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ മറ്റേ എന്റെ സിനിമയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലാത്ത ഒരു കാര്യത്തിനും പ്രതികരിക്കാണ്ട് അങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്റെ കഥാപാത്രങ്ങളിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ അതൊക്കെ പലപ്പോഴും ഏതെങ്കിലും ലൈഫിൽ നമ്മളിങ്ങനെ മറ്റേ 24 മണിക്കൂർ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ 3 മണിക്കൂറൊക്കെ ഉറങ്ങി. അപ്പോ ഇങ്ങനെ ഭയങ്കര ഒരു നമ്മളൊരു മനുഷ്യനല്ലേ എന്നൊക്കെയുള്ള തരത്തിൽ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ലൈഫിന്റെ പ്രയോറിറ്റി എന്താണെന്നല്ല. താങ്ക് യു വിനയ്, ദാറ്റ് വാസ് എ നൈസ് കോൺവെർസേഷൻ. എനിക്ക് അന്നും നമ്മൾ ആദ്യമായിട്ട് ദുബായിൽ സംസാരിച്ചില്ലേ, ഇത് എനിക്ക് എല്ലാ ആളുകളോടും സംസാരിക്കാൻ പറ്റാറില്ല. ഇപ്പൊ നമ്മൾ ഇത്ര മീനിങ് ഫുൾ ആയിട്ട് ഇത്ര പ്രൊഡക്റ്റീവായിട്ട് സംസാരിച്ചില്ലേ, ഇത് എല്ലാ ആളുകളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ ഇന്റർവ്യൂവിലും നമുക്ക് സംസാരിക്കാൻ പറ്റാറില്ല. അത് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളുടെ മാജിക്കാണ്. സോ താങ്ക് യു സോ മച്ച്.